നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വം അല്ലെങ്കിൽ മാതൃത്വം ആര് ഏറ്റെടുക്കും? ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിഴിഞ്ഞത്ത് പ്രധാന തുറമുഖം നിർമ്മിക്കണമെന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ ഒരു നൂറ്റാണ്ട് മുൻപേ ആലോചിച്ചിരുന്നു. കിഴക്ക് ചൊവ്വരക്കൊടിയിൽ നിന്നും പടിഞ്ഞാറ് വിഴിഞ്ഞം മുനമ്പിൽ നിന്നും തുറമുഖം നിർമ്മിക്കാനായിരുന്നു ആലോചന. 1940 ഇതിനായി സർവേയും നടത്തി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നിർമ്മാണ ആലോചന സജീവമായി. യുദ്ധത്തിന് ശേഷം പ്രവർത്തനങ്ങൾ നിലച്ചു. 1947 മത്സ്യബന്ധന തുറമുഖമാക്കാനുള്ള ജോലി തുടങ്ങി. എന്നാൽ തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തെ തുടർന്ന് പദ്ധതി മുടങ്ങി. 1955-57 CR ജൂക്കിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കി. 1962 സെപ്റ്റംബർ 12 അന്നത്തെ കേന്ദ്രമന്ത്രി SK പാട്ടീൽ തുറമുഖ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വെട്ടിച്ചുരുക്കി ഇന്നത്തെ മത്സ്യബന്ധന തുറമുഖം ആക്കുകയായിരുന്നു. 1991 K. കരുണാകരൻ സർക്കാരിലെ തുറമുഖ മന്ത്രി MB രാഘവനാണ് പദ്ധതി പുനരുജ്ജീവിപ്പിച്ചത്. തുറമുഖ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ശിവരാജ വിജയൻ റിപ്പോർട്ട് തയ്യാറാക്കി. 1995 ഒക്ടോബർ 11 കുമാർ എനർജി കോർപ്പറേഷനുമായി സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചു. തുടർന്നു വന്ന LDF സർക്കാർ തുറമുഖത്തിനൊപ്പം താപവൈദ്യുത നിലയവും സ്ഥാപിക്കുന്ന പദ്ധതി തയ്യാറാക്കി. കുമാർ ഗ്രൂപ്പുമായി BOT കരാർ ഒപ്പിട്ടു. പിന്നാലെ വന്ന UDF സർക്കാർ കുമാർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടെങ്കിലും മറുപടി കിട്ടിയില്ല. കരാർ റദ്ദായി. 2005 PPP മാതൃകയിൽ ടെൻഡർ വിളിച്ചെങ്കിലും സൂം ഡെവലപ്പേഴ്സ് ഉൾപ്പെട്ട കൺസോർഷ്യത്തിന് സുരക്ഷാ അനുമതി നിഷേധിച്ചതിനാൽ 2008 വീണ്ടും ടെൻഡർ വിളിച്ചു. ഹൈദരാബാദിലെ ലാൻകോ കോണ്ടപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് നൽകിയെങ്കിലും നിയമക്കുരുക്ക് കാരണം വീണ്ടും തടസ്സപ്പെട്ടു. 2013 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ ടെൻഡർ സർക്കാർ സ്വീകരിച്ചു. പിന്നാലെ പരിസ്ഥിതി ആഘാത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. 2013 ഡിസംബറിൽ ആഗോള ടെൻഡർ ക്ഷണിച്ചു. 2015 ജനുവരിയിൽ പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയും കിട്ടി. ഫെബ്രുവരിയിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനുള്ള അപേക്ഷ കേന്ദ്രം അംഗീകരിച്ചു. ഏപ്രിലിൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ പദ്ധതിക്കായി ബിഡ് സമർപ്പിച്ചു. ജൂലൈയിൽ ബിഡ് അംഗീകരിച്ച് സർക്കാർ കത്ത് നൽകി. തുടർന്ന് ഒരേ സമയം പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തും തീരമേഖലയിലും ഉയർന്ന പ്രതിഷേധങ്ങളെ നയപരമായി കൈകാര്യം ചെയ്ത് അദാനിയെ വിഴിഞ്ഞത്ത് എത്തിച്ചു ഉമ്മൻചാണ്ടി. 2015 ഡിസംബർ 5 തുറമുഖ നിർമ്മാണത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. പദ്ധതി ഏറ്റെടുത്ത് പിണറായി സർക്കാർ 1000 ദിനങ്ങൾക്കുള്ളിൽ തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും എന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും മോശം കാലാവസ്ഥ, കടൽക്ഷോഭം, പ്രാദേശിക സമരങ്ങൾ, കരിങ്കല്ല് ക്ഷാമം എന്നിവ കാരണം നിർമ്മാണം നീണ്ടു. 2023 ഒക്ടോബർ 12 ആദ്യ കപ്പൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ കരതൊട്ടു. എന്തു പ്രതിസന്ധിയുണ്ടായാലും പദ്ധതി പൂർത്തിയാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉറച്ച നിലപാട് എല്ലാ പ്രതിസന്ധികളെയും അകറ്റി. തീരവാസികളുടെ സമരം നടന്നപ്പോഴും പദ്ധതി തടസ്സപ്പെടരുത് എന്ന നിലപാട് സർക്കാർ ഏറ്റെടുത്തു. കല്ലിൻ്റെയും മറ്റു നിർമ്മാണ വസ്തുക്കളുടെയും ക്ഷാമം നേരിട്ടപ്പോഴും അവ എത്തിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെടുകയുണ്ടായി. പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് VGF അനുവദിക്കുന്നതിൽ ഒടുവിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് വഴങ്ങുകയും ചെയ്തു. ഗ്രാൻഡായി പണം നൽകണമെന്ന ആവശ്യം കേന്ദ്ര നിരസിച്ചതോടെയാണ് വഴങ്ങിയത്. ഒടുവിൽ പദ്ധതിയുടെ കമ്മീഷനിങ്ങിലേക്ക് കടന്നതോടെ തങ്ങളുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമായാണ് വിഴിഞ്ഞത്തെ പിണറായി സർക്കാർ എടുത്തുകാട്ടുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് LDF ഉയർത്തി ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖ കരാർ. 7250 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയിൽ 6000 കോടി രൂപയുടെ ഭൂമി കുംഭകോണം ആരോപണം. അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേ വിജയൻ തന്നെയാണ് ആരോപണം ഉന്നയിച്ചെന്നും ഇന്ന് അതേ പദ്ധതി പൂർത്തിയാക്കാൻ ചുക്കാൻ പിടിച്ചതും അതേ പിണറായി തന്നെ.
ഒരു വ്യത്യാസം മാത്രം, അന്നത്തെ പാർട്ടി നേതാവായിരുന്ന പിണറായി ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതും. കരാറിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എന്തു പഴിയും കേൾക്കാൻ സന്നദ്ധനാണെന്ന് തിരിച്ചടിച്ച ഉമ്മൻചാണ്ടി രേഖകൾ സർക്കാർ വെബ്സൈറ്റിലിട്ടു. പിന്നാലെ സർവകക്ഷി യോഗം വിളിച്ചു. ഒടുവിൽ പദ്ധതിയെയും കരാറിനെയും എതിർക്കുന്നില്ലെന്നും ചില വ്യവസ്ഥകളുടെ കാര്യത്തിലാണ് സന്ദേഹമെന്നും VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും തോമസ് ഐസക്കും വ്യക്തമാക്കി. പിണറായി വിജയൻ അധികാരത്തിൽ ഏറിയതിനു പിന്നാലെ കരാറിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയമിച്ചു. പദ്ധതിയിൽ അഴിമതിയും രാഷ്ട്രീയ ദുരുപയോഗവും നടന്നിട്ടില്ലെന്നായിരുന്നു കമ്മീഷന്റെ റിപ്പോർട്ട്. ഇതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ യാഥാർത്ഥ്യം. എന്തൊക്കെയായാലും മലയാളിയുടെ യശസ്സും അന്തസ്സും ഉയർത്തുവാൻ വിഴിഞ്ഞം തുറമുഖം ഒരു കാരണമാണ്. ഭാരതത്തിൻ്റെ, മലയാളിയുടെ, കേരളത്തിൻ്റെ സ്വന്തം വിഴിഞ്ഞം ഇനി ലോക ഭൂപടത്തിൽ എന്നും ഒരു നാഴികക്കല്ലായി തിളങ്ങി നിൽക്കട്ടെ. ജയ് ഹിന്ദ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.